പ്രമാണികളും തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും അടങ്ങുന്ന സംഘം പൗലോസ് അപ്പോസ്തലൻ്റെ സുവിശേഷ രീതിയെ ശരിവെച്ച് കൂട്ടായ്മയുടെ വലങ്കൈ കൊടുത്തിട്ട് ഓർമ്മിപ്പിച്ചത് ദരിദ്രരെ ഞങ്ങൾ ഓർത്തുകൊള്ളണം എന്ന് മാത്രമായിരുന്നു. അങ്ങനെ ചെയ്യുവാൻ അവർ ഉത്സാഹിച്ചുമിരുന്നു. ഗലാത്യർ 2:10 ഈ വചനഭാഗം വിശുദ്ധ ലൂക്കോസ് 4:18, യെശയ്യാ 61:1, അപ്പോസ്തല പ്രവൃത്തികൾ 4:34, 35 ചേർത്ത് ചിന്തിക്കേണ്ടതാണ്. ദൈവം തൻ്റെ രക്ഷയുടെ അനുഭവത്തിലേക്ക് യഹൂദന്മാരെ മാത്രമല്ല സർവ്വജാതികളെയും പ്രത്യേകിച്ച് സർവ്വദുഃഖിതരെയും സ്വാഗതം ചെയ്തിരിക്കുന്നു. സരപ്തയിലെ വിധവയും സുറിയക്കാരനായ നയമാനും പഴയ നിയമ ഉദാഹരണങ്ങളാണെങ്കിൽ കുരുടനും ചെകിടനും മുടന്തനും കുഷ്ഠരോഗിയും കൂനിയും പക്ഷപാതക്കാരനും യേശു രക്ഷയിലേക്ക് കൈപിടിച്ചുയർത്തിയ രക്ഷിത ഗണത്തിൽപ്പെടുന്നു. ഈ ഭാഗത്തെ രണ്ടാമത്തെ ആശയം അപ്പോസ്തല പ്രവൃത്തികൾ 4:34-35 വചനങ്ങളിൽ പറയുന്ന പങ്കുവയ്ക്കലിൻ്റെ അനുഭവമാണ്. തങ്ങളിൽ മുട്ടുള്ളവർ ആരും ഉണ്ടാകാതെ നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥരായവർ ഒക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. പിന്നെ ഓരോരുത്തരും അവനവൻ്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുത്തു. എൻ്റെ ഈ ചെറിയ സഹോദരനിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തെടുത്തോളം എല്ലാം എനിക്കും ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നുവെന്ന് വിശുദ്ധ മത്തായി 25:35 മുതലുള്ള വചനങ്ങളിൽ ദരിദ്രരെ ഓർത്തുകൊള്ളേണ്ട വിധം രാജാതിരാജനായ ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യെശയ്യാ പ്രവചനത്തിലെ തന്നെക്കുറിച്ചുള്ള പ്രവചനം പൂർത്തീകരിച്ച യേശുവിൻ്റെ കൽപ്പന അപ്പാടെ പിൻപറ്റി സകലവും പൊതുവകയെന്ന് എണ്ണിക്കൊണ്ട് മാമോനെ ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ സ്വീകരിച്ച ആശ്വാസപുത്രനായ ബർന്നബാസിൻ്റെ പ്രവൃത്തിയും ജീവിതവും നമുക്ക് മാതൃകയാണ്. ദരിദ്രരെ ഓർത്തുകൊള്ളണമെന്ന പ്രമാണികളും തൂണുകളുമായവരുടെ പൗലോസിനോടുള്ള ഓർമ്മപ്പെടുത്തൽ ഈ കാലഘട്ടത്തിൽ നടപ്പിലാക്കുവാൻ നാമും കടപ്പെട്ടവരാണെന്ന ചിന്ത നമ്മേവരെയും ഭരിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.